ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല, റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുണ്ടോ ഇല്ലേ എന്ന്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങളുടെ എനർജിയും എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി ഒരു സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ഒരു ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ എനിക്ക് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇത് ഈ പ്രൈവറ്റ് റീഡിംഗ് പറയണത് അത് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ ഒക്ടോബർ മാസം എങ്ങനെയാണ് ഉണ്ടാവാൻ പോണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ എന്താണ് റീഡിംഗ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ എന്താണ് റീഡിംഗ് ജെമിനൈക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ് ജെമിനായി? നിങ്ങളുടെ പാസ്റ്റിലാണ് എംപ്രസ് എനർജി. നിങ്ങളുടെ കറണ്ട് ഒക്ടോബർ എനർജി എന്താണ്? കറണ്ട് ഒക്ടോബർ എനർജി നിങ്ങളുടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചർ എനർജിയിൽ എന്താണ്? ഫ്യൂച്ചറിൽ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ ചാലഞ്ച് 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഒക്ടോബർ മാസത്തിൻ്റെ അഡ്വൈസ് ആണ് നിങ്ങൾക്ക് 8 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഒക്ടോബർ മാസത്തിൻ്റെ ആണ് ലവേഴ്സ്. ഇത് ജെമിനൈ എനർജി തന്നെയാണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണാം. അപ്പോൾ ജെമിനൈ, നിങ്ങളുടെ ഓവറോൾ എനർജി ലവേഴ്സ് ആണ്. ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ആക്ച്വലി ജെമിനൈ എനർജിയാണ് ഇത്. ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം ഡെഫിനറ്റ്ലി ലവ് ആണ് ഫോക്കസ് ഉള്ളത്. എന്തോ ഒരു റിലേഷൻഷിപ്പ് ഫോക്കസിലായിരിക്കും. അത് മാത്രമല്ല, ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ് ലവേഴ്സ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് വരും, ഓർ ചോയ്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ചോയ്സ് ഉണ്ടാക്കാൻ ഈ മാസം അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ എനർജി. ആ ചോയ്സ് ഉണ്ടാക്കണ എനർജി, അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇത് റൊമാൻറ്റിക് അല്ലച്ച, ഇത് പാർട്ട്ണർഷിപ്പ് കാര്യത്തിലായിരിക്കാം. മേ ബി ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വെച്ചാൽ ഒരു വർക്ക് പാർട്ട്ണർഷിപ്പ്, ഒരു വർക്ക് കൊലാബറേഷൻ, അങ്ങനത്തെ എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആണ് വെച്ചാ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലവേഴ്സ് ഇവിടെ? 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ അഗൈൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണ എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സിൻ്റെ ഇവിടെ ഇത് ഒരു ബോസിൻ്റെ എനർജി ആവാം. എന്നുവെച്ചാൽ കിങ് ഓഫ് സോർഡ്സ് ഒരു കുറേ പ്രാക്ടിക്കൽ എനർജിയാണ്. അതല്ല വെച്ചാൽ മേ ബി ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഡിറ്റാച്ച്ഡ് മാതിരി ഒരു എനർജി. അപ്പോൾ ഇവിടെ ഒരു ലോയറുടെ എനർജിയും ഞാൻ കാണുന്നുണ്ട്. മേ ബി കാര്യങ്ങൾ അത്രയും സീരിയസ് ആണ് വെച്ചാൽ മേ ബി നിങ്ങളൊരു ലോയറിനെ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. എസ്പെഷ്യലി മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾ. അതല്ല വെച്ചാൽ ഒരു കൗൺസിലറിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി? പാസ്റ്റിലെ എംപ്രസ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു മദറുടെ എനർജിയാണ്, ഒരു വുമൻ്റെ എനർജിയാണ്, ഫെമിനിൻ എനർജിയാണ്. ഇത് ഒരു പ്രഗ്നൻസിയുടെ എനർജിയും ആവാം. മേ ബി പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ് കിട്ടി. നിങ്ങളോ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കാം. ഓർ എൽസ് നിങ്ങളോ നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങളുടെ
ഗേൾ ഫ്രണ്ട് പ്രഗ്നൻറ്റ് ആയിരിക്കാം, അങ്ങനെയും ആവാം. ഇത് നിങ്ങളുടെ മദറുടെ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ ഈ എംപ്രസ് എന്താണ് ഇവിടെ? ഇത് വർക്ക് റിലേറ്റഡ് ആണ് വെച്ചാൽ എംപ്രസ് അബണ്ടൻസിന്റെ എനർജിയാണ്, ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്, ഗ്രോത്തിന്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കരിയറിൽ കുറെ ഗ്രോത്ത് ഉണ്ടായിരുന്നു, കുറെ അബണ്ടൻസ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിലും ഇത് പ്രഗ്നൻസി റിലേറ്റഡ് അല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഒരു കുറെ നല്ല അബണ്ടൻസ് ഉള്ള എനർജിയാണ് നിങ്ങളുടെ. ഓക്കെ, പാസ്റ്റില്. അപ്പൊ സ്ട്രെങ്ത് ഉണ്ട് അവിടെ, സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പൊ എന്തോ ചാലഞ്ചസും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റില്. 7 ഓഫ് കപ്സ്, കുറെ കൺഫ്യൂഷന്റെ എനർജി കാണാണ്ട് ഇവിടെ, ആൻഡ് ചോയ്സസിന്റെ എനർജിയാണ് 7 ഓഫ് കപ്സ്. അപ്പോ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ലവില്. മേ ബി നിങ്ങൾ കുറെ ആൾക്കാരെ ഡേറ്റ് ചെയ്തു, ഓറൽസ് നിങ്ങൾക്ക് അറിയണ്ടായില്ല ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടേ, ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് നിങ്ങളുടെ പാർട്ട്ണർ ആവുക. കുറെ കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ പാസ്റ്റിൽ കാണുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ല, അപ്പോൾ നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളുടെ പേഴ്സണും ഒരു ക്ലാരിറ്റി തരില്ല. അപ്പോൾ ഈ ഡിഫിക്കൾട്ട് സമയം നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത് ഈ പേഴ്സണിന്റെ കൂടെ. ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് കരിയർ ആണ് വെച്ചാൽ അഗൈൻ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, കുറെ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ കുറെ പറഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കരിയറിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു എനർജിയാണ് 7 ഓഫ് കപ്സ്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ഗോൾ ഉണ്ട് ലൈഫിൽ, ആൻഡ് ആ ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ. അപ്പോൾ ബിസിനസ് ആണെച്ചാലും നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കുന്നുണ്ട് ബിസിനസ്സിൽ. ഓക്കെ, കുറെ സ്ട്രോങ് ബോൾഡ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കറണ്ട് എനർജിയിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ടോറസ് എനർജിയാണ് കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോ ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്, ഓർഎൽസ് ഓൾറെഡി ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ പേഴ്സൺ കുറെ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇത് കരിയർ റിലേറ്റഡ് ആണ് വെച്ചാൽ ഒരു പാസ്റ്റ് കമ്പനി ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു പുതിയ ഓഫർ തരാൻ നോക്കുന്നുണ്ടാവും, ജോബ് ഓഫർ. ഓക്കെ, ഒരു ഫ്രണ്ടിന്റെ ത്രൂ ആയിരിക്കും ഈ ഓഫർ വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എന്താ വേണ്ടതെന്ന്. ഇത് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൺ എന്തിനാ ഇപ്പോ ഈ സമയത്ത് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യണ്ടേ, ഈ പേഴ്സണെ എന്റർടൈൻ ചെയ്യണോ വേണ്ടേ. ഫ്യൂച്ചറിൽ ഞാൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് ഓഫ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യണോ, എന്തോ റെന്യൂ ആവണ എനർജിയും ഉണ്ട് വീൽ ഓഫ് ഫോർച്യൂണിൽ. കരിയർ വൈസ് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു നല്ല കാർഡാണ്, കുറെ സക്സസിന്റെ കാർഡാണ്, ഗുഡ് ന്യൂസിന്റെ കാർഡാണ്. പക്ഷെ റിലേഷൻഷിപ്പിലും ഇത് നല്ല കാർഡാണ്, പക്ഷെ ഇത് റെന്യൂവലിന്റെ കാർഡ് കൂടിയാണ്. അപ്പോൾ എന്തോ നിങ്ങൾ പാസ്റ്റ് പേഴ്സന്റെ കൂടെ ഒരു റെന്യൂവൽ ഞാൻ ഇവിടെ കാണുന്നു. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതൊരു ടെംപ്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് മാതിരിയാണ് യൂണിവേഴ്സിന്റെ. ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ടെംപ്റ്റിംഗ് ഓഫറാണ്. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ ടെംപ്ടേഷൻ ആണ് എന്ന് വെച്ചാൽ നിങ്ങളൊരു കാരണം, നിങ്ങൾക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നു ആ പാസ്റ്റ് പേഴ്സണെ ബ്രേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആദ്യം ആ സിറ്റുവേഷൻ തിരിച്ചു വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ആണ് തന്നെ, നിങ്ങൾ ആദ്യം ആ സെയിം സൈക്കിളിൽ സ്റ്റക്ക് ആവുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഡെവിൽ എനർജി, ഇതൊരു ഡിഫിക്കൾട്ട് ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് റെന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലാവണില്ല ഇത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണോ വേണ്ടേന്ന്.
കുറെ ഒരു അൺഷുവർ എനർജിയാണ് 8 ഓഫ് സോഡ്സ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ അഗൈൻ 2 ഓഫ് വാൻസ്. നിങ്ങൾ ഒക്ടോബറിലെ ആക്ഷൻ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒക്ടോബറിൽ നിങ്ങൾ ആ യെസ് നോയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് 2 ഓഫ് കപ്സ് ആണ്. ഒരു റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പ്, അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ചായി കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചാലഞ്ചായി കാണുന്നത്? എംപ്രർ. അപ്പോൾ ഏരീസ് എനർജി, ഇവിടെ എംപ്രസ് ഉണ്ടായിരുന്നു പാസ്റ്റില്, ഇപ്പോൾ എംപ്രർ ഇവിടെ കാണാണ്ട്. എംപ്രറും എംപ്രസ് ഒരു ഡിവൈൻ കപ്പിളാണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റോറീസ് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ്, നിങ്ങളുടെ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട് വെച്ചാൽ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് കുറച്ച് ടെൻസ് ആവാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് പേഴ്സൺ വന്നിരിക്കണു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആവണു റിലേഷൻഷിപ്പ്. നിങ്ങൾ സിംഗിൾ ആണെച്ചാലും ഈ എംപ്രർ നിങ്ങളുടെ പാസ്റ്റ് ആയിരിക്കാം. നിങ്ങളുടെ ആ പാസ്റ്റ് പേഴ്സന്റെ കൂടെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക് ഓഫ് ചെയ്ത്. ഇപ്പോൾ ഈ പേഴ്സൺ ആദ്യം തിരിച്ചു വരുമ്പോൾ ആദ്യം ആ സെയിം പ്രോബ്ലംസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക്. നിങ്ങൾ ഈ പേഴ്സൺ ആക്ച്വലി ഒരു ഡിവൈൻ കപ്പിളായിട്ടാണ് കാണുന്നത്. ഡിവൈൻ പേഴ്സൺ, ഡിവൈൻ മാച്ച്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്ങും ഉണ്ട്. നിങ്ങളുടെ അഡ്വൈസ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്കാണ് തരാൻ നോക്കണത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ആക്ച്വൽ ഹാപ്പിനെസ് തരണത്? നിങ്ങളുടെ പാസ്റ്റിലാണോ നിങ്ങളുടെ ഹാപ്പിനെസ് ഉള്ളത്? നിങ്ങളുടെ കറണ്ട് പേഴ്സന്റെ കൂടെയാണോ നിങ്ങളുടെ ഹാപ്പിനെസ് ഉള്ളത്? ആ ഡിറക്ഷനിലേക്ക് പോവാ. പക്ഷെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. ഈ 3 ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും അത് ബാലൻസ് ആവില്ല. അപ്പോൾ ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരു പേഴ്സണെ വിടേണ്ടി വരും. അപ്പോൾ ഏത് പേഴ്സണെയാണ് നിങ്ങൾ വിടുക? പാസ്റ്റ് പേഴ്സണെ ആണോ കറണ്ട് പേഴ്സണെ ആണോ? ഇവിടെ 3 ഓഫ് കപ്സ് ഉണ്ട്. അഗൈൻ തേർഡ് പാർട്ടി ഇവിടെ ഇൻഡിക്കേഷൻ ആണ്. 3 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറെ പാഷനറ്റ് പേഴ്സൺ ആണ്, പക്ഷെ കുറെ ഇൻ ആൻഡ് ഔട്ട് ആണ്, കുറെ അൺസ്റ്റേബിൾ എനർജിയാണ്. നിങ്ങളുടെ മറ്റേ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ കുറെ ഒരു സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നത്? അതാണ് ആ ഡിസിഷനാണ് നിങ്ങൾ ഒക്ടോബറിൽ ഉണ്ടാക്കാൻ പോണേ. അതാണ് ഇവിടെ 2 ഓഫ് വാൻസ്, 2 ഓഫ് സോഡ്സ് ഒക്കെ കാണുന്നത്. എന്നുവെച്ചാൽ ഇതൊരു വലിയ ഡിസിഷനാണ്, ഈസി അല്ല ഉണ്ടാക്കാൻ. 6 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ആരോ ദൂരത്തിന് ട്രാവൽ ചെയ്ത് വരണ മാതിരി എനർജി. അത് മാത്രമല്ല 6 ഓഫ് സോഡ്സ് ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോണ എനർജിയും കൂടിയാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷെ ആ ചോയ്സ് നിങ്ങൾക്ക് ഒക്ടോബറിൽ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, മുമ്പോട്ട് പോകാനുള്ള ചോയ്സ് ഏത് ഡിറക്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക. പാഷൻ, ഇവിടെ ഒരു ന്യൂ പാഷനറ്റ് ബിഗിനിങ് കാണുന്നുണ്ട്. എസ്പെഷ്യലി പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളുടെ എക്സിന്റെ കൂടെ നമ്മളുടെ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഒബ്വിയസ്ലി ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ആ എൻതൂസിയാസം ഉണ്ടാവും. പക്ഷെ ഇതൊരു സീരിയസ് കാര്യമാണ്. എന്നുവെച്ചാൽ ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട് വെച്ചാൽ ആ റിലേഷൻഷിപ്പിനെ ഇത് ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഒക്ടോബർ മാസത്തിന്റെ ഔട്ട്കം ആണ് ക്വീൻ ഓഫ് വാൻസ്. അപ്പോൾ ക്വീൻ ഓഫ് വാൻസ് ഒരു കോൺഫിഡൻറ്റ് പേഴ്സന്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് കോൺഫിഡൻ്റ്ലി നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാന്നാണ് പറയണത്. ഏത് പേഴ്സന്റെ കൂടെയാണ് നിങ്ങൾ ഏറ്റവും ഹാപ്പി? ഓക്കെ, ഏത് പേഴ്സന്റെ കൂടെയാണ് നിങ്ങളുടെ ലോങ് ടേം ഫ്യൂച്ചർ ഉള്ളത്? ഏത് പേഴ്സൺ ആണ് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി തരാൻ പറ്റുക? എന്നുവെച്ചാൽ 4 ഓഫ് വാൻസ് ഒരു സ്റ്റേബിൾ എനർജിയാണ്, 3 ഓഫ് വാൻസ് ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 ഓഫ് വാൻസിലേക്കാണ് പോവാനുള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾക്കാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഇവിടെ ഒരു റൈറ്റും റോങ് ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ടാരോ എല്ലാം എനർജിയാണ്. നിങ്ങൾക്ക് എന്താ ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷെ ഏത് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ സ്റ്റേബിലിറ്റി കൊണ്ടുവരാൻ പോണേ, അതാണ്
നിങ്ങൾക്ക് ചൂസ് ചെയ്യണ്ടേ. അതാണ് ഇവിടെ പറയുന്ന യൂണിവേഴ്സ് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ ചൂസ് ചെയ്യുക. ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾ ഏറ്റവും ഹാപ്പി, ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നത്, ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾ ഒരു ക്ലാരിറ്റിയുടെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, യുനോ റിലേഷൻഷിപ്പിൻ്റെ ആ വിഷൻ ഏത് പേഴ്സൻ്റെ കൂടെ, ആ ഡ്രീം നിങ്ങളെ ഏത് പേഴ്സൻ്റെ കൂടെയാണ് ആ ഡ്രീം ഉള്ളത്, അതാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡ്രീമിനെ ഫോളോ ചെയ്യുക. ക്വീൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഇല്ലേച്ച ഒരു റെന്യൂവൽ ഉണ്ട് ലവിൽ. ഓക്കെ, അപ്പോൾ ജെമിനായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് റീഡിങ്. ഇതല്ലാണ്ട് എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഇംഗ്ലീഷ് ചാനലുമുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ആ ചാനൽ കൂടിയും ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് വെച്ചാൽ അവിടെയും എനിക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു റീഡിങ് തന്നെ ആയിരുന്നു ജെമിനായിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മേ ബി അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ മെസ്സേജസും കിട്ടാം. ജെമിനായി നിങ്ങളുടെ സൺ സൈൻ മൂൺ സൈൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും, എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ ആ വീഡിയോയും കൂടിയും കാണുക. എന്നുവെച്ചാൽ അവിടെയും എനിക്ക് ഏകദേശം ഒരു സെയിം ഒരു ലൈനിലാണ് ഒരു റീഡിങ് കിട്ടിയത്. ആൻഡ് അവിടെ വേറെ ഡെക്കാണ് ഞാൻ യൂസ് ചെയ്തത്, ഈ ഡെക്കല്ല. അപ്പോൾ അവിടുത്തെ മെസ്സേജസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് അഡീഷണൽ മെസ്സേജസ് കിട്ടും അവിടെ. അപ്പോൾ അവിടെയും വേണിച്ചാൽ നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന് പറയുക. ആൻഡ് ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ്. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.